യമനിലെ നെജ്റാൻ പ്രവിശ്യയിൽ നിന്നൊരു സംഘം മദീനയിലേക്ക് പോവുകയാണ്. ക്രിസ്ത്യാനികളിലെ പണ്ഡിതരും നേതാക്കളുമൊക്കെ അടങ്ങുന്ന ഒരു 60 സംഘമാണ് ആ കൂട്ടത്തിലുണ്ടായത്. മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാനാണ് അവർ മദീന വരെ പോകുന്നത്. ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചും മുഹമ്മദ് നബിയുടെ പ്രവാചകത്വത്തെക്കുറിച്ചുമെല്ലാം അവർക്കുണ്ടായിരുന്ന ചില സംശയങ്ങളെ നിവാരണം ചെയ്യാനും ചില ചർച്ചകൾക്കുമൊക്കെ ആയിരുന്നു അവര് ഈ യാത്രക്ക് ഒരുങ്ങിയത്. അവര് മദീനയിൽ എത്തിയതും മസ്ജിദ് നബവിയുടെ ഉള്ളിലേക്ക് നേരിട്ട് കയറി ചെല്ലുകയാണ്. സഹാബത്ത് അത് എതിർക്കുകയും ചെയ്തു. ക്രിസ്ത്യാനികൾ പള്ളിക്കുള്ളിലേക്ക് കയറുകയോ? പക്ഷേ ഉള്ളിലുണ്ടായിരുന്ന റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് ക്രിസ്ത്യാനികളെ ഉള്ളിലേക്ക് കടത്തിവിടാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ സൗഹാർദ്ദപൂർവം ക്രിസ്ത്യാനികളെ നബി തങ്ങൾ സ്വീകരിച്ചു. അവരെ ബഹുമാനിച്ചിരുത്തി. ശേഷം അവർക്കിടയിൽ നല്ല ഒരു സംവാദം നടന്നു. ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ പുത്രനാണോ അതോ അള്ളാഹുവിന്റെ പ്രവാചകൻ മാത്രമാണോ എന്നതായിരുന്നു അവിടുത്തെ സംവാദ വിഷയം. അള്ളാഹു ഒരിക്കലും ഒരാളുടെയും പുത്രനല്ല. അള്ളാഹു ആർക്കും ജന്മം കൊടുത്തിട്ടുമില്ല. പ്രവാചകൻ അത് സമർത്ഥിച്ചു. ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ പ്രവാചകൻ മാത്രമാണെന്ന് അള്ളാഹു ബഹുമാനിച്ച, അള്ളാഹു ആദരിച്ച ഒരു പ്രവാചകൻ മാത്രമാണെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് മുമ്പിൽ അവതരിപ്പിച്ചു. ക്രിസ്ത്യാനികൾ അവരുടെ ആർഗ്യുമെന്റുകളും ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചുള്ള അവരുടെ ബോധ്യങ്ങളും വിശ്വാസങ്ങളുമെല്ലാം നബിയോടും പങ്കുവച്ചു. അങ്ങനെ സമയമേറെ വൈകിയപ്പോൾ ക്രിസ്ത്യാനികൾക്ക് അവരുടെ ആരാധന കർമ്മം നിർവഹിക്കാനുള്ള സമയമായി. അവർ മദീന പള്ളിയുടെ മസ്ജിദുൻ നബവിയുടെ ഒരു മൂലയിലേക്ക് ചെന്ന് ആരാധന നിർവഹിക്കാനിരിക്കുകയാണ്. സഹാബത്ത് അവിടെയും ഇടപെട്ടു. ക്രിസ്ത്യാനികൾ പള്ളിക്കുള്ളിൽ അള്ളാഹുവിന്റെ ഭവനത്തിൽ ആരാധന നിർവഹിക്കുകയോ? ഇവിടെ മുസ്ലിമീങ്ങൾ സുജൂദ് ചെയ്യുന്ന ഇടമല്ലേ? പക്ഷേ നബിതങ്ങൾ അവിടെയും സഹാബത്തിനെ എതിർത്തു. ദഅവഹും, അവരെ വിട്ടേക്കൂ. ക്രിസ്ത്യാനികൾ അവരുടെ ആരാധന കർമ്മം നിർവഹിച്ചു കൊള്ളട്ടെ. അവരും അവരുടെ മതാനുഷ്ഠാനങ്ങൾ പുലർത്തിക്കൊള്ളട്ടെ. അങ്ങനെ മദീന പള്ളിയുടെ കിഴക്ക് മൂലയിൽ യമനിലേക്ക് മുഖം തിരിച്ചുകൊണ്ട് ക്രിസ്ത്യാനികൾ അവരുടെ ആരാധന കർമ്മങ്ങളൊക്കെ നിർവഹിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിന് പകർന്നു കൊടുത്തത് ഒരു വലിയ പാഠമായിരുന്നു. അന്യമതസ്ഥരോട് പോലും അന്യ ആദർശങ്ങളോട് പോലും പുലർത്തേണ്ട നല്ല സഹവർത്തിത്വത്തെക്കുറിച്ച്, മതസാഹോദര്യത്തെക്കുറിച്ച്, അന്യനെക്കുറിച്ചും അന്യന്റെ വിശ്വാസ പരികൽപ്പനകളെ കൂടി ബഹുമാനിക്കാനും ആദരിക്കാനുമുള്ള മഹത്തായ സന്ദേശമായിരുന്നു സഹാബത്തിന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സംഭവത്തിലൂടെ കൈമാറിയത്.